അതായത് സ്നേഹം. ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ ഇമോഷണൽ സോബറിറ്റിയെ കുറിച്ചാണ്. അതായത് അടുത്ത അതിർത്തി വൈകാരികമായ സ്വസ്ഥതയെ കുറിച്ചാണ്. ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ ഇമോഷണൽ സോബറിറ്റി. ബിൽ ഡബ്ല്യു എഴുതിയത് എ ഗ്രേപ്പോയിനിൽ ജനുവരി 1958. I think that many oldesters love the next frontier emotional sobriety, January 1958. I think that many oldesters who have put our AA boost cure to severe but successful tests still find they often lack emotional sobriety. Perhaps they will be the spearhead for the next major development in AA, the development of much more real maturity and balance, which is to say humility, in our relations with ourselves, with our fellows, and with God. Those adolescent urges that so many of us have for top approval, perfect security, and perfect romance are just quite appropriate. To age 17 proved to be an impossible way of life when we are at age 47 or 57. അടുത്ത വൈകാരികമായ സ്വസ്ഥത, അതാണ് അടുത്ത അതിർത്തി. ദ നെക്സ്റ്റ് ഫ്രണ്ടിയർ ഇമോഷണൽ സോബറിറ്റി. ബിൽ ഡബ്ല്യു എ ഗ്രേപ്പോയിൻ ജനുവരി 1958. ബ്യൂസ്റ്റ് ക്യൂർ അല്ലെങ്കിൽ മദ്യം കൊണ്ട് സുഖപ്പെടുക എന്ന പേരിൽ അറിയപ്പെടുത്ത നമ്മുടെ എയെ മദ്യത്തിൽ നിന്ന് സുഖപ്പെടുക എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ എ ചികിത്സയെ വളരെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ വിജയകരമായി കടന്നുപോയ പല പഴയ അംഗങ്ങൾക്കും ഇപ്പോഴും വൈകാരികമായ സ്വസ്ഥത അല്ലെങ്കിൽ ഇമോഷണൽ സോബറിറ്റി പലപ്പോഴും കുറവാണെന്ന് ഞാൻ കരുതുന്നു. ഒരു പക്ഷേ എയിലെ അടുത്ത വലിയ മുന്നേറ്റത്തിന് അവർ തന്നെയായിരിക്കും മുൻനിരയാകുക. നമ്മളോടും സഹജീവികളോടും ദൈവത്തോടുമുള്ള ബന്ധങ്ങളിൽ കൂടുതൽ യഥാർത്ഥമായ പക്വതയും സമതുലിതാവസ്ഥയും അല്ലെങ്കിൽ അഥവാ വിനയവും വളർത്തിയെടുക്കുന്നതിനുള്ള മുന്നേറ്റം. നമ്മിൽ പലർക്കുമുള്ള ആ കൗമാര പ്രായത്തിലുള്ള ആഗ്രഹങ്ങൾ പരമാവധി അംഗീകാരം, പൂർണ്ണ സുരക്ഷിതത്വം, പൂർണ്ണമായ ബന്ധം, പൂർണ്ണമായ പ്രണയബന്ധം 17-ാം വയസ്സിൽ തികച്ചും സ്വാഭാവികമായിരിക്കാം. എന്നാൽ നാം 47-ഓ 57-ഓ വയസ്സിലെത്തുമ്പോൾ അവ ജീവിതം നയിക്കാനുള്ള അസാധ്യമായ മാർഗമായി മാറുന്നു. അതായത് കൗമാരപ്രായത്തിലുള്ള ആഗ്രഹങ്ങൾ, പരമാവധി അംഗീകാരം, പൂർണ്ണ സുരക്ഷിതത്വം, പൂർണ്ണമായ പ്രണയബന്ധം ഇതെല്ലാം 17-ാം വയസ്സിൽ തികച്ചും സ്വാഭാവികമായിരിക്കാം. എന്നാൽ നാം 47-ഓ 57-ഓ വയസ്സിലെത്തുമ്പോൾ അവ ജീവിതം നയിക്കാനുള്ള അസാധ്യമായ മാർഗമായി മാറുന്നു. പ്രൂവ് ടു ബി ആൻ ഇമ്പോസിബിൾ വേ ഓഫ് ലൈഫ്. അതായത് ജീവിതത്തില് അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അസാധ്യമായ കാര്യമായി മാറുന്നു. Since I began, I have taken immense values in all these areas because of my failure to grow up emotionally and spiritually. My God, how painful it is to keep demanding the impossible, and how very painful to discover finally that all along we have had the cart before the horse. Then come the final agony of seeing how awful wrong we have been, but still finding ourselves unable to get off the emotional merry-go-round. അപ്പോൾ ആരംഭിച്ചത് മുതൽ വൈകാരികമായും ആത്മീയമായും വളർന്നു വരുന്നതിനാൽ ഞാൻ പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഈ എല്ലാ മേഖലകളിലും വലിയ ആഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അസാധ്യമായ കാര്യങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെടുന്നത് എത്ര വേദനാജനകമാണ്. ഒടുവിൽ ഇത്രയും കാലം നമ്മൾ വണ്ടിക്ക് മുമ്പിലാണ് കുതിരയെ കെട്ടിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതും എത്ര വേദനാജനകമാണ്. അതിനുശേഷം നമ്മൾ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടും ആ വൈകാരികമായ കറങ്ങുന്ന ചക്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അതാണ് ഏറ്റവും വലിയ വേദന. ഹൗ ടു ട്രാൻസ്ലേറ്റ് എ റൈറ്റ് മെന്റൽ കൺവിക്ഷൻസ് ഇൻ ടു എ റൈറ്റ് ഇമോഷണൽ റിസൾട്ട് ആൻഡ് സോ ഇൻ ടു ഈസി ഹാപ്പി ആൻഡ് ഗുഡ് ലിവിങ്. Well, that's not only the neurotic problems. It's a problem of life. It's itself for all of us who have got to the point of real willingness to hew to right principles in all our affairs. Even then, as we hew away, peace and joy may still elude us. That's a place so many of us oldesters have come to, and it's a hell of a spot. Literally, how shall our unconscious, from which so many of our fears, compulsions, and phony aspirations still stream, be brought into line with what we actually believe, know, and want? How to convince our dumb
raging and hidden. Mr. Hyde becomes our main task. I have recently come to believe that this can be achieved. I believe so because I begin to see many benighted ones, folks like you and me, commencing to get results. Last autumn depressions, having no really rational cause, cause at all, almost took me to the cleaners. I began to be scared that I was in for another long chronic spell. Considering the grief I have had with the depression, it wasn't a bright prospect. I kept asking myself, why can't the 12 steps work to release depression? By the hour I started at the San Francis prayer. It's better to comfort than to be the comforted. Here was the formula. All right, but why didn't it work? ശരിയായ ഒരു മാനസിക ബോധ്യത്തെ ശരിയായ വൈകാരിക ഫലമായി മാറ്റുകയും അതുവഴി എളുപ്പവും സന്തോഷകരവും നല്ലതുമായ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അത് ന്യൂറോട്ടിക് വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അല്ലെങ്കിൽ ന്യൂറോൺസിന് പ്രശ്നമുള്ള ആളുകളുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ശരിയായ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ യഥാർത്ഥത്തിൽ തയ്യാറായി തുടങ്ങിയ നമ്മളൊക്കെയും നേരിടുന്ന ജീവിതത്തിന്റെ തന്നെ പ്രശ്നമാണ്. പ്രശ്നമാണ്. ഒരു മിനിറ്റ്. നമ്മളൊക്കെ നേരിടുന്ന ജീവിതത്തിന്റെ തന്നെ പ്രശ്നമാണ്. എന്നിരുന്നാലും ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും സമാധാനവും സന്തോഷവും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. എയിലെ പല പഴയ അംഗങ്ങളും എത്തിയിരിക്കുന്ന അവസ്ഥ ഇതാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഇത് വളരെ ദുഷ്കരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ അബോധ മനസ്സിനെ എങ്ങനെ ശരിയായ നിലയിലേക്ക് കൊണ്ടുവരും? നമ്മുടെ ഭയങ്ങളും നിർബന്ധിത പ്രവണതകളും കൃത്രിമമായ ആഗ്രഹങ്ങളും എപ്പോഴും അതിൽ നിന്നാണ് ഒഴുകി വരുന്നത്. നാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതും അറിയുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളുമായി അതിനെ എങ്ങനെ ഒത്തുചേർക്കും? നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ബുദ്ധിയില്ലാത്തതും കോപാകുലവനുമായ മിസ്റ്റർ ഹൈഡ് എന്ന ഭാഗത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താം എന്നതാണ് നമ്മുടെ പ്രധാന ദൗത്യം. മിസ്റ്റർ ഹൈഡ് എന്ന് പറഞ്ഞത് അമേരിക്കയിലെ ഒരു മൂവിയിലെ കഥാപാത്രത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മാന്യനും, പക്ഷെ പിന്നില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നില് അദ്ദേഹം കൂടെ ക്രൈം ഒക്കെ ചെയ്യുന്ന ഒരാളുടെ പേരാണ് മിസ്റ്റർ ഹൈഡ്. മിസ്റ്റർ ഹൈഡ് എന്ന ഭാഗത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താം എന്നതാണ് നമ്മുടെ പ്രധാന ദൗത്യം. ഇത് സാധ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ അടുത്തിടെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നിങ്ങളെയും എന്നെയും പോലെയുള്ള പല അറിവില്ലായ്മയിൽ കഴിയുന്ന ആളുകളും ഫലങ്ങൾ തുടങ്ങുന്നത് ഞാൻ കാണാൻ തുടങ്ങുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ശരത്കാലത്തിൽ യാതൊരു യുക്തിസഹമായ കാരണവുമില്ലാത്ത ഒരു വിഷാദാവസ്ഥ എന്നെ ഏതാണ്ട് പൂർണ്ണമായി തകർത്ത് കളയുകയായിരുന്നു. വീണ്ടും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വിഷാദകാലത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്ന ഭയം എനിക്ക് തോന്നി തുടങ്ങി. വിഷാദവുമായി ഞാൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ കണക്കിലെടുക്കുമ്പോൾ അത് സന്തോഷകരമായൊരു സാധ്യതയായിരുന്നില്ല. ഞാൻ വീണ്ടും എന്നോട് ചോദിച്ചു, വിഷാദത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തുകൊണ്ടാണ് 12 പടികൾക്ക് കഴിയാത്തത്? മണിക്കൂറുകളോളം ഞാൻ സാൻ ഫ്രാൻസിസിന്റെ പ്രാർത്ഥനയിലെ ഈ വാക്കുകളിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. ആശ്വാസം ലഭിക്കുന്നതിനേക്കാൾ ആശ്വാസം നൽകുന്നതാണ് നല്ലത്. ഇതായിരുന്നു ശരിയായ മാർഗം. പക്ഷെ അത് എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? Suddenly I realized that what the matter was. My basic flaw had always been dependence, almost absolute dependence on people or circumstances to supply me with the prestige, security, and the like. Failing to get these things according to my perfectionist dream and specifications, I had fought for them, and when defeat came, so did my depression. There wasn't a chance of making the outgoing love of San Francis a workable and joyous way of life until this fatal and almost absolute dependencies were cut away. Because I had over the years undergone a little spiritual development, the absolute quality of these frightful dependencies had never before been so starkly revealed, reinforced by what grace I could secure in prayer. I found I had to exert every ounce of will and action to cut off these few faulty emotional dependencies upon people
upon A, indeed. Upon any set of circumstances whatsoever, then only could I be free to love, as Francis had emotional. ഒരു മിനിറ്റ്, emotional and instinctual satisfactions. Satisfaction I saw were really the extra dividends of having love, offering love, and expressing a love appropriate to each relations of life. Plainly, I could not avail myself of God love until I was able to offer it back to Him by loving others as He would have me, and I couldn't possibly do that so long as I was victimized by false dependencies. For my dependency meant demand. A demand for the possessions and control of the people and the conditions surrounding me. While those words absolute dependency may look like a gimmick, they were the ones that helped to trigger my release into my present degree of stability and quietness of mind, qualities which I am now trying to consolidate by offering love to others, regardless of the return to me. This seems to be the primary healing circuit, an outgoing love of God, creations, and His people, by means of which we avail ourselves of His love for us. It is most clear that the real current can't flow until our paralyzing dependencies are broken. Broken and broken at depth. Only then can we possibly have a glimmer of what adult love really is. Spiritual calculus, you say. Spiritual calculus, you say. Not a bit of it. Watch any AA of 6 months working with a new 12-step case. If the case says to the devil with you, the 12-stepper only smiles and turns to another case. He doesn't feel frustrated or rejected. If his next case responds and in turn starts to give love and attention to other alcohols, yet gives none back to him, the sponsor is happy about it anyway. Not a bit of it. Watch any of 6 months working with a new 12-step case. If the case says to the devil with you, the 12-stepper only smiles and turns to another case. He doesn't feel frustrated or rejected. If his next case responds and in turn starts to give love and attention to other alcohols, yet gives none back to him. The sponsor is happy about it anyway. He still doesn't feel rejected. It's instead he rejoices that his one-time prospectus is sober and happy. And if his next following case turns out in later time to be his best friend or romance, then the sponsor is most joyful, but he will knows that his happiness is a byproduct, the extra dividend of giving without any demand for a return. ഇതായിരുന്നു ശരിയായ മാർഗം. പക്ഷെ അത് എന്തുകൊണ്ട് പ്രവർത്തിച്ചില്ല? പെട്ടെന്ന് എനിക്ക് പ്രശ്നം മനസ്സിലായി. എന്റെ അടിസ്ഥാന ദോഷം എല്ലായ്പ്പോഴും ആശ്രിതത്വമായിരുന്നു, ഡിപ്പെൻഡൻസി ആയിരുന്നു. ഏതാണ്ട് പൂർണ്ണമായുള്ള ആശ്രയത്വം. മറ്റുള്ള ആളുകളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ പ്രശസ്തി ആഗ്രഹിക്കുക, അവരിൽ നിന്ന് സുരക്ഷിതത്വം തുടങ്ങിയ ലഭിക്കണമെന്നുള്ള ആശ്രിതത്വം.
എൻ്റെ പൂർണ്ണതാവാദപരമായ സ്വപ്നങ്ങളും മാനദണ്ഡങ്ങളും അനുസരിച്ച് ഈ കാര്യങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ അവ നേടാൻ ഞാൻ പോരാടി. പരാജയം വന്നപ്പോൾ അതോടൊപ്പം വിഷാദവും വന്നു. ഈ ഗുരുതരവും ഏതാണ്ട് പൂർണ്ണവുമായ ആശ്രിതത്വങ്ങൾ നീക്കം ചെയ്യുന്നതുവരെ സെന്റ് ഫ്രാൻസിസ് പറഞ്ഞ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന സ്നേഹം പ്രായോഗികവും സന്തോഷകരവുമായ ജീവിത രീതിയാക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. വർഷങ്ങളിലൂടെ എനിക്കുണ്ടായ ചെറിയ ആത്മീയ വളർച്ച കാരണം ഈ ഭയാനകമായ ആശ്രിതത്വങ്ങളുടെ പൂർണ്ണമായ സ്വഭാവം ഇത്ര വ്യക്തമായി മുമ്പൊരിക്കലും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിക്കാവുന്ന കൃപയുടെ സഹായത്തോടെ ആളുകളോടും ഏയോടും യഥാർത്ഥത്തിൽ ഏതുതരം സാഹചര്യങ്ങളോടും ഉള്ള ഈ തെറ്റായ വൈകാരിക ആശ്രിതത്വങ്ങൾ വിച്ഛേദിക്കാൻ എൻ്റെ ഇച്ഛാശക്തിയും പ്രവർത്തന ശക്തിയും മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോഴാണ് മാത്രം ഫ്രാൻസിസിനെ പോലെ സ്നേഹിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. The really stabilizing things for him was having and offering love to the strange drunk on his doorstep. That was Francis at work, powerful and practical, minus dependency and minus demand. In the first 6 months of my own sobriety, I worked hard with many alcoholics. Not a one respond. Yet this work kept me sober. It wasn't a question of those alcoholics giving me anything. My stability came out of trying. My stability came out of trying to give, not out of demanding that I receive. Thus, I think it can work out with emotional sobriety. If we examine every disturbance we have, great or small, we will find out at the root of it some unhealthy dependency and its consequent unhealthy demand. Let us, with God's help, continually surrender these hobbling demands. Then we can be set free to live and love. We may then be able to 12-step ourselves and others into emotional sobriety. Of course, I haven't offered you a really new idea, only a gimmick that has started to unhook several of my own hexas at depth. Nowadays, my brain no longer races compulsively in either elation, graduosity, or depression. I have been given a quiet place in bright sunshine. അപ്പൊ ബിൽഡബ്ല്യുവിന്റെ ആ ഭാഗത്തേക്കും ലവിനെ കുറിച്ച് സ്നേഹത്തെ കുറിച്ചുള്ള ഭാഗത്തേക്ക് അപ്പോഴാണ് മാത്രം ഫ്രാൻസിസിനെ പോലെ സ്നേഹിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. വൈകാരികവും സ്വാഭാവികവുമായ സംതൃപ്തികൾ യഥാർത്ഥത്തിൽ കൈവശം വെക്കുന്നതിന്റെയും സ്നേഹം നൽകുന്നതിന്റെയും ജീവിതത്തിലെ ഓരോ ബന്ധത്തിനും അനുയോജ്യമായ രീതിയിൽ സ്നേഹം അനുയോജ്യമായ രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനും അധിക നേട്ടങ്ങളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ലായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം തിരികെ നൽകാൻ എനിക്ക് കഴിയുന്നതുവരെ തെറ്റായ ആശ്രിതത്വങ്ങൾ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നിടത്തോളം കാലം അതെനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം എൻ്റെ ആശ്രിതത്വം ഒരാവശ്യമായി മാറിയിരുന്നു. എന്നെ പറ്റിയിരിക്കുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും കൈവശപ്പെടുത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്നതാണ് എൻ്റെ ആവശ്യം. അബ്സല്യൂട്ട് ഡിമാൻഡ്, പൂർണ്ണമായ ആവശ്യം എന്ന ഈ വാക്കുകൾ ഒരു ചെറിയ തന്ത്രം പോലെ തോന്നിയേക്കാം. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ മാനസിക സ്ഥിരതയിലേക്കും ശാന്തതയിലേക്കും എന്നെ മോചിപ്പിക്കാൻ സഹായിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനഃശാന്തിയെ കൂടുതൽ ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് യാതൊരു ആവശ്യവും കൂടാതെ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രധാനമായ സൗഖ്യത്തിന്റെ ചക്രം, ഹീലിംഗ് സർക്യൂട്ട് എന്നാണ് അതിനെ പറയുന്നത്. ദൈവത്തിന്റെ അല്ലെങ്കിൽ സൗഖ്യത്തിന്റെ ചക്രം. ദൈവത്തിന്റെ സൃഷ്ടിയെയും അവിടുത്തെ ജനങ്ങളെയും പുറത്തേക്ക് ഒഴുകുന്ന സ്നേഹത്തോടെ സ്നേഹിക്കുക. അതുവഴി ദൈവത്തിന്റെ സ്നേഹം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു. നമ്മെ തളർത്തുന്ന ആശ്രിതത്വങ്ങൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ആഴത്തിൽ തകർന്നു പോകുന്നത് വരെ
ഈ സ്നേഹത്തിന്റെ പ്രവാഹം ആരംഭിക്കുകയില്ല എന്നത് വളരെ വ്യക്തമാണ്. അപ്പോഴാണ് മുതിർന്നവന്റെ യഥാർത്ഥ സ്നേഹം എന്താണെന്നതിന്റെ ഒരു ചെറിയ ദർശനം നമുക്ക് ലഭിക്കുക. ഇതൊരു ആത്മീയ കണക്കുകൂട്ടലാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ഒരിക്കലുമില്ല. 6 മാസമായി എയിൽ ഉള്ള ഒരാൾ ഒരു പുതിയ മദ്യാസക്തനുമായി 12-ാം പടി പ്രവർത്തനം നടത്തുന്നു നോക്കൂ. ആ വ്യക്തി നിങ്ങൾ പോകട്ടെ, എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ 12-ാം പടി പ്രവർത്തകൻ പുഞ്ചിരിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിയിലേക്ക് അദ്ദേഹത്തിന് തിരിയാൻ കഴിയുന്നു. അവന് നിരാശയോ നിരസിക്കപ്പെട്ടു എന്ന തോന്നലോ ഉണ്ടാകുന്നില്ല. അടുത്ത വ്യക്തി പ്രതികരിക്കുകയും പിന്നീട് മറ്റ് മദ്യാസക്തരുടെ സ്നേഹവും ശ്രദ്ധയും നൽകാൻ തുടങ്ങുകയും എന്നാൽ തനിക്ക് ഒന്നും തിരികെ നൽകാതിരിക്കുകയും ചെയ്താലും ആ സ്പോൺസർ അതിൽ സന്തോഷിക്കുന്നു. അവന് വീണ്ടും നിരസിക്കപ്പെട്ടു എന്ന തോന്നലില്ല. പകരം ഒരിക്കൽ താൻ പ്രതീക്ഷിച്ചിരുന്ന ആ വ്യക്തി ഇപ്പോൾ മദ്യപാനം ഒഴിവാക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നതിൽ അവൻ സന്തോഷിക്കുന്നു. അടുത്തതായി പിന്നീട് ആ വ്യക്തി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുകയോ പ്രണയബന്ധത്തിലാവുകയോ ചെയ്താൽ സ്പോൺസർ അതിലും കൂടുതൽ സന്തോഷിക്കുന്നു. എന്നാൽ തന്റെ സന്തോഷം തിരികെ ഒന്നും ആവശ്യപ്പെടാതെ നൽകുന്നതിന്റെ ഒരു ഉപഫലം അധിക നേട്ടം മാത്രമാണെന്നും അവന് വളരെ നന്നായി അറിയാം. അവനെ യഥാർത്ഥത്തിൽ സ്ഥിരതയുള്ളവനാക്കിയത്, അല്ലെങ്കിൽ മദ്യത്തിൽ നിന്നും ആ പുതിയ ആളെ മദ്യത്തിൽ നിന്ന് മോചിതനാക്കിയത് തന്റെ വാതിൽക്കലെത്തിയ അപരിചിതനായ മദ്യാസക്തനോട് സ്നേഹം നൽകുകയും സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്തത് കൊണ്ട് തന്നെയായിരുന്നു. അത് സെന്റ് ഫ്രാൻസിസിന്റെ ആശയം തന്നെയായിരുന്നു. ആശ്രിതത്വമില്ലാതെ, ആവശ്യപ്പെടലില്ലാതെ ശക്തവും പ്രായോഗികവുമായ സ്നേഹം. എന്റെ സ്വന്തം മദ്യവിമുക്തിയുടെ ആദ്യം 6 മാസങ്ങളിൽ ഞാൻ നിരവധി മദ്യാസക്തരുമായി കഠിനമായി പ്രവർത്തിച്ചു. ഒരാൾ പോലും പ്രതികരിച്ചില്ല. എന്നിട്ടും ആ പ്രവർത്തനം എന്നെ മദ്യവിമുക്തനായി നിലനിർത്തി. ആ മദ്യാസക്തർ എനിക്ക് എന്തെങ്കിലും തരണമെന്നത് പ്രശ്നമായിരുന്നില്ല. എനിക്ക് ലഭിച്ച സ്ഥിരത മറ്റുള്ളവരിൽ നിന്ന് മറ്റെന്തെങ്കിലും ആവശ്യപ്പെട്ടതിൽ നിന്നല്ല, നൽകാൻ ശ്രമിച്ചതിൽ നിന്നാണ് കടന്നു വന്നത്. അതിനാൽ വൈകാരികമായ സ്വസ്ഥതയുടെ കാര്യത്തിലും ഇത് പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. നമുക്കുണ്ടാകുന്ന ഓരോ അസ്വസ്ഥതയും വലുതോ ചെറുതോ പരിശോധിച്ചാൽ അതിന്റെ അടിത്തട്ടിൽ ഏതെങ്കിലും അനാരോഗ്യകരമായ ആശ്രിതത്വവും അതിൽ നിന്നുണ്ടാകാവുന്ന അനാരോഗ്യകമായ ആവശ്യവും കണ്ടെത്താൻ കഴിയും. അതിനാൽ ദൈവത്തിന്റെ സഹായത്തോടെ നമ്മെ തളർത്തുന്ന ഈ ആവശ്യങ്ങളെ തുടർച്ചയായി സമർപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനും സ്നേഹിക്കാനും കഴിയും. അങ്ങനെ നമുക്ക് നമ്മെയും മറ്റുള്ളവരെയും 12-ാം പടിയിലൂടെ വൈകാരികമായ സ്വസ്ഥതയിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കും. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ പുതിയൊരു ആശയം നൽകിയിട്ടില്ല. എൻ്റെ സ്വന്തം കഴിവ് ആഴത്തിലുള്ള ചില മന്ത്രവാദങ്ങളെയും ബന്ധനങ്ങളെയും അഴിച്ചുവിടാൻ സഹായിച്ച ഒരു ചെറിയ തന്ത്രം മാത്രമാണ് ഞാൻ കണ്ടെത്തിയത്. എൻ്റെ സ്വന്തം ആഴത്തിലുള്ള ചില മന്ത്രവാദങ്ങളെയും ബന്ധനങ്ങളെയും. ഇപ്പോൾ എൻ്റെ മനസ്സ് മുമ്പത്തെ പോലെ അമിത ഉല്ലാസത്തിലേക്കോ സ്വയം മഹത്വപ്പെടുന്നതിലേക്കോ വിഷാദത്തിലേക്കോ നിർബന്ധിതമായി പാഞ്ഞു പോകുന്നില്ല. എനിക്ക് തെളിഞ്ഞ കോഫി ഇപ്പോൾ എൻ്റെ മനസ്സ് മുമ്പത്തെ പോലെ അമിത ഉല്ലാസത്തിലേക്കോ സ്വയം മഹത്വപ്പെടുത്തത്തിലേക്കോ വിഷാദത്തിലേക്കോ നിർബന്ധിതമായി പാഞ്ഞു പോകുന്നില്ല. എനിക്ക് തെളിഞ്ഞ സൂര്യപ്രകാശമുള്ള ഒരു ശാന്തമായ ഇടം ലഭിച്ചിരിക്കുന്നു. ബിൽ ഡബ്ല്യു ദ AA ഗ്രേപ്പ് വൈൻ ജനുവരി 1958. ഇത് പറഞ്ഞുകൊണ്ടാണ് ലവ്, സ്നേഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ ലേഖനം അവസാനിക്കുന്നത്.